ഹലോ കുട്ടികളെ, ട്രിഗണോമെട്രിയുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇത് ടെക്സ്റ്റിൻ്റെ ബാക്കിലാണുള്ളത്. സപ്ലിമെൻ്ററി മെറ്റീരിയൽ എന്ന് പറയും. അതിൻ്റെ ടോപ്പിക്കിൻ്റെ പേര് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്നാണ്. ഇനി രണ്ട് ഫോമുലയാണ് പഠിക്കാനുള്ളത്. ഒന്ന് സൈൻ ഫോമുല. ഒരു ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡാണ്. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. കറസ്പോണ്ടിങ് ആംഗിളാണ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എങ്കിൽ, അതായത് ഇതാണ് ട്രയാങ്കിൾ എ ബി സി. ഇത് സ്മോൾ എ, ഇത് സ്മോൾ ബി, ഇത് സ്മോൾ സി. അങ്ങനെയാണെങ്കിൽ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും. ആ ഈക്വൽ നമ്പറിനെ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതാണ് സൈൻ ഫോമുല. കൊസൈൻ ഫോമുല. കൊസൈൻ ഫോമുല എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ. ഇപ്പോൾ എ എന്നുള്ള സൈഡിൻ്റെ സ്ക്വയർ മറ്റ് രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് മൈനസ് 2 ടൈംസ് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് 2 സൈഡ്സ് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. അതാണ് റൂള്. എ കിട്ടിയാൽ ബിയും സിയും ഒക്കെ അതൊന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ബി സ്ക്വയർ പറഞ്ഞാൽ മറ്റേ രണ്ട് സൈഡ് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ac. എക്കും സിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ബി, കോസ് ബി. സി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. ഇതിൽ നിന്ന് കോസ് എ കണ്ടുപിടിക്കാം. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2bc. കോസ് എ പഠിക്കാൻ എളുപ്പമാണ്. എ എന്നുള്ള ആംഗിൾ ആണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ താഴെ 2bc. കോസ് ബി എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. കോസ് സി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ab. അപ്പോൾ ഈ കൊസൈൻ ഫോമുല പഠിച്ചു വയ്ക്കുക, സൈൻ ഫോമുല പഠിച്ചു വയ്ക്കുക. അതൊന്ന് കോസ് എ, കോസ് ബി, കോസ് സി പഠിച്ചു വയ്ക്കുക. പ്രോബ്ലം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം, പറയുന്ന പ്രോബ്ലം. ഇനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി കോട്ട് എ ബൈ 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്റർ ഉള്ളത് എവിടെയാണോ അവിടെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ സ്മോൾ ലെറ്റർ ബി സി ഉള്ളത് RHSലാണ്. അപ്പോൾ RHSൽ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് സൈൻ ഫോമുല ഉപയോഗിക്കുക. ബൈ സൈൻ ഫോമുല എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് കെ സൈൻ എ ആയിരിക്കും. ബി ഈക്വൽ ടു കെ സൈൻ ബി, സി ഈക്വൽ ടു കെ സൈൻ സി. RHS എടുത്തു. ബി മൈനസ് സി ബൈ ബി പ്ലസ് സി കോട്ട് എ ബൈ 2. കെ സൈൻ ബി മൈനസ് കെ സൈൻ സി ബൈ കെ സൈൻ ബി പ്ലസ് കെ സൈൻ സി ഇൻറ്റു കോട്ട് എ ബൈ 2. കെ കോമൺ ആയിട്ട് എടുത്തു. സൈൻ ബി മൈനസ് സൈൻ സി, താഴെയും കെ കോമൺ ആയിട്ട് എടുത്തു. സൈൻ ബി പ്ലസ് സൈൻ സി കോട്ട് എ ബൈ 2. സൈൻ ബി മൈനസ് സൈൻ സി പറഞ്ഞാൽ സൈനിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 2 കോസ് ബി പ്ലസ് സി ബൈ 2 സൈൻ ബി മൈനസ് സി ബൈ 2. സൈൻ ബി പ്ലസ് സൈൻ സി പറഞ്ഞാൽ സൈനിൻ്റെ സമ്മ് 2 സൈൻ ബി പ്ലസ് സി ബൈ 2 കോസ് ബി മൈനസ് സി ബൈ 2 ഇൻറ്റു കോട്ട് എ ബൈ 2. ഈ ബി പ്ലസ് സി ബൈ 2നെ നമുക്ക് 9d മൈനസ് എ ബൈ 2 എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ കോസ് 9d മൈനസ് എ ബൈ 2 സൈൻ ബി മൈനസ് സി ബൈ 2 ബൈ സൈൻ 9d മൈനസ് എ ബൈ 2 കോസ് ബി മൈനസ് സി ബൈ 2 ഇൻറ്റു കോട്ടിനെ കോസ് എ ബൈ 2 ബൈ സൈൻ എ ബൈ 2 എന്ന് എഴുതി. കോസ് 9d മൈനസ് എക്സ് സൈൻ എക്സ് ആണെന്നും പഠിച്ചു. സൈൻ 9d മൈനസ് എക്സ് കോസ് എക്സ് ആണെന്നും പഠിച്ചു. ഇവിടെ സൈൻ എ ബൈ 2 സൈൻ ബി മൈനസ് സി ബൈ 2 ബൈ കോസ് എ ബൈ 2 കോസ് ബി മൈനസ് സി ബൈ 2 ഇൻറ്റു കോസ് എ ബൈ 2 ബൈ സൈൻ എ ബൈ 2. ഈ സൈൻ എ ബൈ 2 കട്ടായി, കോസ് എ ബൈ 2 കട്ടായി, ബാക്കി സൈൻ ബൈ കോസ് ടാൻ ആണ്. അപ്പോൾ ആൻസർ കിട്ടി. ആ ബി പ്ലസ് സി ബൈ 2 എങ്ങനെ 9d മൈനസ് എ ബൈ 2 ആയി എന്ന് പറയാം. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിലും എ പ്ലസ് ബി പ്ലസ് സി 180 ആണ്. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി 180 മൈനസ് എ ആയിരിക്കും. ബി പ്ലസ് സി ബൈ 2 180യുടെ പകുതി 90 മൈനസ് എ ബൈ 2. അപ്പോൾ ബി പ്ലസ് സി ബൈ 2 ആണെങ്കിൽ 90 മൈനസ് എ ബൈ 2. അതുതന്നെ എ പ്ലസ് ബി ബൈ 2 ആണെങ്കിലോ 90 മൈനസ് സി ബൈ 2. എ പ്ലസ് സി ബൈ 2 ആണെങ്കിലോ 90 മൈനസ് ബി ബൈ 2. ഇവിടെ ഏതാണോ ഇല്ലാത്ത ആംഗിൾ അത് 90 മൈനസ് എഴുതണം കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. For any triangle ABC, show that a plus b by c equal to cos of a minus b by 2 by sin c by 2. ഇപ്പോൾ സ്മോൾ ലെറ്റർ എ ബി സി LHSലാണ്. LHSൽ തുടങ്ങണം. സൈൻ ഫോമുലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സൈൻ ഫോമുല, ഈ സൈൻ ഫോമുല എഴുതിയ 1 മാർക്കാണ് കേട്ടോ.
എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ. അതൊന്ന് സ്മോൾ എ കിട്ടി കെ സൈൻ എ, സ്മോൾ ബി കിട്ടി കെ സൈൻ ബി, സ്മോൾ സി കിട്ടി കെ സൈൻ സി. എൽ എച്ച് എസ് എടുത്തു എ പ്ലസ് ബി ബൈ സി, കെ സൈൻ എ പ്ലസ് കെ സൈൻ ബി ബൈ കെ സൈൻ സി. കെ കോമൺ ആയിട്ട് എടുത്തു, സൈൻ എ പ്ലസ് സൈൻ ബി ബൈ കെ സൈൻ സി. കെ കട്ടായി. രണ്ട് സൈനിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 ബൈ ഈ സൈൻ സിയെ നമുക്ക് 2 സൈൻ സി ബൈ 2 കോസ് സി ബൈ 2 എന്ന് എഴുതാം. ഒക്കെ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് കേട്ടോ. 2 കട്ടായി. ഇനി അടുത്തത് എ പ്ലസ് ബി ബൈ 2നെ 9d മൈനസ് സി ബൈ 2 എന്ന് എഴുതി. അപ്പോൾ സൈൻ 9d മൈനസ് സി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2 കോസ് സി ബൈ 2. സൈൻ 9d മൈനസ് എക്സ് കോസ് എക്സ് ആണ്. കോസ് സി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2 കോസ് സി ബൈ 2. കോസ് സി ബൈ 2 കട്ടായി. കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2.